ഈ മോഴയാനയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക വനംവകുപ്പ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാരെ തടയുകയോ അത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതോ എന്തെങ്കിലും കർണാടകയായിട്ട് കൂടുതൽ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, കർണാടകയായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്നലെയും ചീഫ് സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം കർണാടക വനത്തിനകത്ത് കയറി കേരള വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പോകേണ്ടതുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കർണാടകത്തിലെ താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെടുത്തത് അത് സാധാരണ നിലയിൽ ശരിയല്ല. അപ്പോൾ അത് പ്രത്യേകമായി സംസാരിച്ച് സംയുക്തമായി കാര്യങ്ങൾ നടത്തുന്നതിലേക്ക് എത്താനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ഈ മനുഷ്യജീവനും സ്വത്തിനും ആപത്തുണ്ടാക്കുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറയുന്ന കത്ത് ഭൂപേന്ദ്ര യാദവിന്റെ കത്ത് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അല്ല, ആ കത്ത് നിങ്ങൾ മുഴുവനായിട്ട് വായിക്കണം. അതിൻ്റെ അടിയിൽ എന്താണ്, അഡ്വൈസറി അനുസരിച്ച് ചെയ്യണമെന്നാണ്. എന്താണ് അഡ്വൈസറി? ഒരു നിയമത്തിൽ ആ നിയമം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് സംബന്ധിച്ച ഉപദേശങ്ങളുണ്ടാകും, ചട്ടങ്ങളുണ്ടാവും, നടപടിക്രമങ്ങളുണ്ടാവും. ഈ 3 കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് അങ്ങനെയുള്ള നിബന്ധനകൾ. ആ നിബന്ധനകൾക്കനുസരിച്ച് അപ്പോൾ അധികാരം നൽകുകയും എന്താണ് ഇപ്പം പറഞ്ഞ നടപടിന് അധികാരം നൽകണമെങ്കിൽ ആദ്യം കമ്മിറ്റി കൂടണം. അതാണ് നടപടിക്രമങ്ങൾ. ആ നടപടിക്രമങ്ങൾ ആ നിയമത്തിൽ തന്നെയുള്ളതാണ്. അപ്പോൾ നിയമത്തിലുള്ള ഈ 2ാമത്തെ ഭാഗം പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നമുക്ക് അതുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വരുന്നത്. എന്താണ്, ഇത് ആരുടെ ആനയാണ് അല്ലെങ്കിൽ ആരുടെ വന്യമൃഗമാണ്, ഇത് കണ്ടെത്തണം. അത് ആപൽക്കാരിയാണോ, അപകട സാധ്യതയുള്ളതാണോ, സ്വഭാവമുള്ളതാണോ നോക്കണം. അവിടെ നാഷണൽ ടൈഗർ റിസർവ് ഫൗണ്ടേഷൻ അതോറിറ്റിയുടെ പ്രതിനിധിയോടെ ഉൾക്കൊള്ളുന്നൊരു പ്രാദേശിക കമ്മിറ്റി കൂടി ശുപാർശ ചെയ്യണം. അതാണ് അവിടെ പ്രാദേശികമായി താമസം ഉണ്ടാകുന്നത്. ഞാനതിൻ്റെ കോപ്പി നിങ്ങൾക്കെല്ലാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് തരാം. അല്ല, അതിലെ ആ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ ചട്ടങ്ങൾ ഉൾപ്പെടെ ലഘൂകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് നേരത്തെ വാർഡനോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു മന്ത്രി. നടപടി ലഘൂകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അല്ല, അതിനാണ് അവർ പറഞ്ഞത് ചട്ടങ്ങളിൽ ഭേദഗതി വേണം. നിയമത്തിൽ പറയുന്ന കാര്യങ്ങളിൽ എന്താണ്, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം, നടപടിക്രമങ്ങൾ ലഘൂകരിക്കണം. ഇത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 7-ാം തീയതി ബഹുമാനപ്പെട്ട ഭൂപേന്ദ്ര യാദവിന് കൊടുത്ത നിവേദനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ആ നിവേദനത്തിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, മിഷനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? കർണാടക വനമേഖലയിലേക്ക് നമുക്ക് ആ ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കാരണം ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ടല്ലോ. പൂർണ്ണമായും മാറിയെന്ന് പറയാൻ വേണ്ടി കഴിയും. അല്ല, അതാണ്. അപ്പോൾ ഇനി നമ്മൾ വനാതിർത്തിയിൽ അത് ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള ജാഗ്രത ആവശ്യമുണ്ടല്ലോ. അല്ല കടന്നാലാണല്ലോ പിന്നത്തെ പ്രശ്നം. നമ്മളിപ്പോൾ ഇനി നമ്മളവിടുന്ന് പോയി കഴിഞ്ഞാൽ കർണാടക വനാതിർത്തിയിൽ നിന്ന് കേരള അതിർത്തിയിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ നീക്കങ്ങൾ, ആ ആനയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയും അതാത് സമയത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരത്തോട് ഇന്നിപ്പം ഹൈദരാബാദിൽ നിന്നും വന്യജീവി വിദഗ്ധൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉപദേശമൊക്കെ തേടിക്കൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഒരു അന്തിമമായ പരിഹാരം ഉണ്ടാകുന്നത് വരെയുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അല്ല, നമ്മൾ രണ്ടും വേണമല്ലോ. ഇത് രണ്ടും പരസ്പരം വിരുദ്ധമല്ല, രണ്ടും പരസ്പരം പൊരുത്തപ്പെടുന്നതും ആവശ്യമായ 2 കാര്യങ്ങൾ തന്നെയാണ്. രണ്ടും രണ്ടായിട്ട് കാണേണ്ടതില്ല. ഒന്ന് വരുന്നുണ്ടെന്ന് അറിയുന്നത് പിന്നെ അറിഞ്ഞിട്ട് പോയാൽ പോരല്ലോ. വന്നതിന് ശേഷം വന്നു എന്നുള്ള വിവരം കിട്ടി, എത്തുന്നുള്ള വിവരം കിട്ടി പോകുന്നതിന് പകരം ജാഗ്രതയോടുകൂടി ആ കാട്ടാനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് മയക്കുപിടി വെക്കാൻ അനുയോജ്യമായ സ്ഥലത്തെത്തുന്നതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.